Hello guys, welcome back my YouTube channel. I'm Chillax. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അധികം ടൈം എടുക്കാതെ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. പലർക്കും അറിയാവുന്ന കാര്യമാണ് ഈ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ യൂട്യൂബ് വീഡിയോസിൽ തമ്പനെയിൽസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു സിമ്പിൾ അട്രാക്റ്റീവ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട് ആൻഡ് പിക്സൽസ്. ഞാൻ പിക്സൽസ് വഴിയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്, അതർ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് പിക്സൽസ് വഴിയാണ്. എല്ലാവർക്കും അറിയാം, ഈ പിക്സൽ വഴി നമുക്ക് ഇമേജസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. ഞാൻ ഇമേജസ് ഒക്കെ പിക്സൽസ് വഴി ഡൗൺലോഡ് ചെയ്ത് ആ ഇമേജസ് ഒക്കെ ഇൻഷോട്ട് വഴി എഡിറ്റ് ചെയ്തിട്ടാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്യാം, എല്ലാവരും കണ്ടു നോക്കും. ആദ്യം തന്നെ പിക്സൽസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തു. എനിക്ക് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ക്രിയേറ്റ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ എൻ്റെ സിംഗിൾ പിക്ക് ആവശ്യമാണ്. അതിനാൽ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ച എൻ്റെ പിക്ക് ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ഔട്ട് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ബോട്ടം സൈഡിൽ കട്ട് ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളയാൻ പറ്റും. ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഔട്ട്ലൈൻസ് കൊടുക്കാൻ പറ്റും. ഔട്ട്ലൈൻ തന്നെ പല മോഡൽസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഔട്ട്ലൈൻസ് നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇമേജ് സെറ്റാക്കി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. അതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാൻവാസ് സൈസ് 16:9 ആണ് ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പീപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൽ ടെക്സ്റ്റിന് പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ടെക്സ്റ്റ് തന്നെ അതിൻ്റെ ബോർഡർ ആഡ് ചെയ്യാം, അതിന് ഷാഡോ കൊടുക്കാം, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫോണ്ടിൽ തന്നെ നമുക്കിതിൽ പല ഫോണ്ട്സും അവൈലബിൾ ആണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിലേക്ക് ഈ ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാം. ഇതിലെ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റിൽ എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റിന് എങ്ങനെയാണ് ഷാഡോ ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ടെക്സ്റ്റും ഇമേജും കറക്റ്റ് പൊസിഷനിൽ കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഐക്കൺസ് ആഡ് ചെയ്യാം. ഐക്കൺസ് ആഡ് ചെയ്യാൻ സ്റ്റിക്കർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കർ ബട്ടണിൽ സെർച്ച് ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പല സ്റ്റിക്കേഴ്സും അവൈലബിൾ ആണ്. അതിൽ സോഷ്യൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് യൂട്യൂബ് ഐക്കൺ കിട്ടും. യൂട്യൂബ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ അങ്ങനെ പല ഐക്കൺസ് അതിൽ കിട്ടും. ഇതിൽ തന്നെ ഷെയർ, സബ്സ്ക്രൈബ് ഐക്കൺസും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ തമ്പനെയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇൻഷോട്ട് തന്നെ പല ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഞാനിവിടെ സിമ്പിൾ ആൻഡ് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിക്കുന്നത്. ഇതിൽ പല ഫീച്ചേഴ്സും നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.